AI ആഗോള ഉച്ചകോടി വേദിയിൽ രാജ്യത്തെ അപമാനിച്ച് യൂത്ത് കോൺഗ്രസ്. ഉച്ചകോടി നടക്കുന്ന ഭാരത് മണ്ഡപത്തിൽ ഷർട്ടൂരി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജനങ്ങൾ ഓടിച്ചു. രാജ്യത്തിന്റെ അഭിമാനം കളങ്കപ്പെടുത്താനുള്ള നാണംകെട്ട പ്രവൃത്തിയാണ് കോൺഗ്രസ് നടത്തിയതെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി. ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഭാരതമാതിഥേയത്വം വഹിക്കുന്ന AI ഉച്ചകോടിയിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകം. AI ഉച്ചകോടിയുടെ വേദിയായ ഭാരത് മണ്ഡപത്തിലെ ഹാൾ നമ്പർ 5 മുൻപിലെത്തിയ 10ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷർട്ടൂരി സർക്കാരിനും പ്രധാനമന്ത്രിക്കുമെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. ബഹളം കേട്ടതോടെ പ്രതിഷേധം ശ്രദ്ധിച്ച പൊതുജനങ്ങൾ തന്നെ ഇത് പ്രതിഷേധത്തിന്റെ വേദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഓടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ് നിലവിൽ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദ്രോഹികളെന്നും ഇത് BJPയുടെ ഉച്ചകോടിയല്ല, പകരം രാജ്യമാതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടിയാണെന്നെങ്കിലും ബുദ്ധിയും നാണവുമില്ലാത്ത കോൺഗ്രസ് മനസ്സിലാക്കണമായിരുന്നുവെന്നും BJP MP സാംബിത് പാത്ര പറഞ്ഞു. മഗർ രാഹുൽ ഗാന്ധി और कांग्रेस पार्टी द ट्रेटर्स ऑफ द हाईएस्ट ऑर्डर, देश के सबसे बड़े गद्दार, रंग में भंग डालना इनका काम है. कांग्रेस के लिए मेरे पास केवल 3 शब्द हैं: टॉपलेस, ब्रेनलेस, शेमलेस. പ്രമുഖ കമ്പനികളുടെ CEOമാർ സംസാരിക്കുന്നതിനിടയിലായിരുന്നു ഹാളിന് പുറത്ത് പ്രതിഷേധം അരങ്ങേറിയത്. കോൺഗ്രസിന്റെ പ്രവൃത്തി ലജ്ജാകരവും ദൗർഭാഗ്യകരവുമാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചു. ലോകം ഉറ്റുനോക്കുന്ന വേദിയിൽ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്നതിന് പകരം രാജ്യത്തെ നാണം കെടുത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. ജനം, ഡൽഹി.